എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം ഉള്ള ഓരോ സ്ഥലങ്ങളിൽ എപ്പോഴാണ് എവിടെ വെച്ചിട്ടാണ് ഒരു പുതിയ സംഭവം പൊട്ടിപ്പുറപ്പെടുക എന്നുള്ളത് ഒരുത്തർക്കും സ്വപ്നത്തെ പോലും കരുതാൻ പറ്റാത്ത കാര്യം. അത് ഒന്നും നല്ല സംഭവങ്ങളല്ല, ഒക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന ഓരോ ക്രൂര കൃത്യങ്ങൾ. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കണ്ണൂര് ഒരു സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളെ വെടിവെച്ച് കൊന്നു. ഈ രാധാകൃഷ്ണൻ പടുത്തുയർത്തിയ ഒരു സ്വപ്ന സൗധം, അതിൻ്റെ ഏതാണ്ട് ഒരു 90% പണി പൂർത്തിയായിട്ടുണ്ട്. ആ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ രാധാകൃഷ്ണൻ്റെ കുടുംബം ഒന്ന് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചിട്ട് സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി ഒരു നാടൻ തോക്ക് ഉപയോഗിച്ചിട്ട് രാധാകൃഷ്ണനെ വെടിവെച്ച് വീഴ്ത്തി. ഇവർ തമ്മിൽ എന്താ പ്രശ്നം ഉള്ളതെന്ന് നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും അറിയില്ല. വീട്ടുകാർക്ക് വേണമെങ്കിൽ ചിലപ്പം അറിയാമായിരിക്കും, നാട്ടുകാർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല ഈ സന്തോഷ് എന്തിനാണ് രാധാകൃഷ്ണനെ കൊന്നത് എന്ന കാര്യം. രാധാകൃഷ്ണൻ ഈ സ്ഥലവാസിയും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, ഭാര്യയും മക്കളും ഒക്കെ ഉള്ളൊരു വ്യക്തി. സന്തോഷ് അന്യ പഞ്ചായത്തിൽപ്പെട്ട ഒരാളാണ്. ഇദ്ദേഹം ഇവിടെ വരികയും ഇവർ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ള കാര്യം നാട്ടുകാർക്കൊന്നും അറിയില്ല. വൈകിട്ട് ഒരു 6:30 കൂടിയിട്ട് ഒരു വെടിശബ്ദം കേട്ടു. അടുത്ത് തന്നെ ഒരു പന്ത് കളി കോർട്ടുണ്ട്, അവിടെ പന്ത് കളിക്കുന്ന കുട്ടികളാണ് ഇതാദ്യം കേട്ടത്. വന്നു നോക്കി, ഈ രാധാകൃഷ്ണൻ വെടിയേറ്റ് കിടക്കാണ്. അപ്പോൾ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. ഇതാരാ ചെയ്തതെന്ന് അപ്പോൾ മനസ്സിലാവുന്നില്ല. പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നു, ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ആൾ മരണപ്പെട്ടു, രാധാകൃഷ്ണൻ. സന്തോഷ് അതല്ല, ഇതിനേലും വലിയ രസം എന്താണെന്ന് വെച്ചാൽ വെടിവെക്കുന്നതിന് മുമ്പ് തന്നെ ഈ സന്തോഷ് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഈ കാര്യത്തെക്കുറിച്ചൊരു വിശദീകരണം തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തോക്കും ചൂണ്ടി നിൽക്കുന്ന ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെടിവെച്ചതിന് ശേഷവും അദ്ദേഹം ഈ കൃത്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ കണ്ടെത്തുന്ന സമയത്ത് ഒരു അരക്കുപ്പി ഏതാണ്ട് പകുതിയോളം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ മദ്യലഹരിയിലിരിക്കുന്ന ആ സന്തോഷിനെയാണ് പോലീസ് ഒരു ബലപ്രയോഗമൊക്കെ നടത്തിയിട്ടാണ് കീഴ്പ്പെടുത്തിയത്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ ചോദ്യം ചെയ്യൽ ഈ സമയം ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട് ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് നാളത്തേക്ക് ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെയാണ് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് എപ്പോൾ ആരെ കൊല്ലും ആര് കൊല്ലും ഒന്നും അറിയില്ല. ഈ നിമിഷം നമ്മളുണ്ടോ? ഓക്കെ. അദ്ദേഹത്തിൻ്റെ കുടുംബവും, അതായത് രാധാകൃഷ്ണൻ്റെ കുടുംബവും എത്ര കണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഈ പുതിയ വീട്ടിൽ, അല്ലേ? ഒരു പാലുകാച്ചൽ ചടങ്ങും അതിനുശേഷം അവിടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന, ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ ആ വീട്ടിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു അവസ്ഥ അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, അല്ലേ? എത്രയോ എന്നും അത് തന്നെയായിരിക്കും സ്വപ്നം കാണുക. ആ വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ രാധാകൃഷ്ണനെ സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് വീഴ്ത്തിയത്. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്കും രാധാകൃഷ്ണൻ മരണപ്പെട്ടു. എന്താണ് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.